നമസ്കാരം. പാർട്ടിയിലെ ഭിന്നത നാട്ടുകാരറിയാതെ എങ്ങനെയെങ്കിലും ഒതുക്കാൻ കഷ്ടപ്പെടുന്നതിനിടെ അഴിമതി കഥകൾ കൂടി പുറത്തു വരുന്നത് കോൺഗ്രസിനിടയിൽ കടുത്ത തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. പിളപ്പ് കൂടി വിളർച്ച ബാധിച്ച കോൺഗ്രസിന്റെ നിലനിൽപ്പ് പച്ചപ്പും ഹരിതാഭയും നിറഞ്ഞ മറ്റ് വർഗീയ പാർട്ടികളുടെ പിന്തുണ ഉള്ളതുകൊണ്ട് മാത്രമാണ്. വി. ഡി. സതീശൻ ഫ്ളാറ്റ് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകരെ തന്നെ പറ്റിച്ച കാര്യമൊക്കെ നാട്ടിലാകെ പാട്ടായി നാറിയിരിക്കുമ്പോഴാണ് പുതിയൊരു കേസ് കൂടി കോൺഗ്രസ് പാർട്ടിയെ തന്നെ നാണം കെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. പാർട്ടി ഭരിക്കുന്ന ചക്കരക്കൽ ബിൽഡിംഗ് മെറ്റീരിയൽ സൊസൈറ്റിയിലുണ്ടായ കോടികളുടെ നിക്ഷേപ തട്ടിപ്പാണ് ഇപ്പോൾ വെളിയിൽ വന്നിരിക്കുന്നത്. അന്വേഷണത്തിന് സമിതിയെ നിയോഗിച്ചു എങ്കിലും പരിഹാരം കാണാനാകാതെ കോൺഗ്രസ് നേതൃത്വം വെട്ടിലായി. കോടികളുടെ നിക്ഷേപ തട്ടിപ്പാണ് KPCC അംഗം KC മുഹമ്മദ് ഫൈസൽ പ്രസിഡന്റായ ചക്കരക്കല്ലിലെ കണ്ണൂർ ജില്ലാ ബിൽഡിംഗ് മെറ്റീരിയൽ കോർപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നടന്നത്. സൊസൈറ്റിയിൽ 4 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പ്രാഥമിക കണക്ക്. വിമാനത്താവളത്തിന് സ്ഥലം ഏറ്റെടുത്തതിൽ നഷ്ടപരിഹാരം ലഭിച്ച വയോധിക മുതൽ ചെറുകിട കച്ചവടക്കാർ വരെ കബളിപ്പിക്കപ്പെട്ടവരിൽ പെടുന്നു. വിവിധ നിക്ഷേപ പദ്ധതികളിൽ ചേർന്നവർക്കെല്ലാം പണം ലഭിക്കാനുണ്ട്. ലക്ഷങ്ങൾ നിക്ഷേപിച്ചവർക്ക് രസീത് കൊടുക്കാമെങ്കിലും സംഘത്തിൽ വരവ് വെച്ചിരുന്നില്ല. നിക്ഷേപകരുടെ പണമെടുത്ത് സമാന്തര പണമിടപാട് സംഘം പ്രവർത്തിച്ചിരുന്നതായും ആക്ഷേപമുണ്ട്. നിക്ഷേപകരിൽ ഭൂരിഭാഗവും കോൺഗ്രസ് പ്രവർത്തകരാണെന്നും നേതൃത്വത്തിന്റെ തലവേദന കൂട്ടുന്നു. തട്ടിപ്പ് പുറത്തായതോടെ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസലിനെതിരായ പടയൊരുക്കവും കോൺഗ്രസിൽ രൂക്ഷമായി ആരംഭിച്ചിരിക്കുന്നു. ചന്ദ്രൻ തില്ലങ്കേരിയെയും മുണ്ടേരി ഗംഗാധരനെയും DCC നേതൃത്വം അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നിക്ഷേപകരുടെ പ്രതിഷേധത്തിന് തടയിടാനായില്ല. നിക്ഷേപിച്ച പണം കിട്ടാൻ മാസങ്ങളോളം കാത്തിരിക്കാനാകില്ലെന്ന നിലപാടിലാണ് നിക്ഷേപകർ. ഇതേസമയം MK രാഘവൻ MP ചെയർമാനായ പയ്യന്നൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിലുള്ള മാടായി കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ തെരുവിൽ പോരടിക്കുന്നത് ഇപ്പോഴും തുടരുകയാണ്. ഇന്റർവ്യൂ നടന്ന ദിവസം കോളേജിൽ MK രാഘവനെ തടഞ്ഞതു മുതൽ പയ്യന്നൂരിൽ ബ്ലോക്ക് പ്രസിഡന്റിന്റെ അനുസ്മരണ ചടങ്ങിൽ പരസ്യമായി കയ്യേറ്റം ചെയ്യുന്നത് വരെ എത്തി കാര്യങ്ങൾ. MK രാഘവന് അനുകൂലമായി പ്രകടനം നടത്തിയവർക്കെതിരെ പഴയങ്ങാടിയിൽ എതിർവിഭാഗം തടഞ്ഞതും സംഘർഷത്തിൽ കലാശിച്ചു. KPCC പ്രസിഡന്റ് K സുധാകരന്റെയും DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജിന്റെയും മൗന അനുവാദത്തോടെയായിരുന്നു MK രാഘവനെതിരായ നീക്കങ്ങൾ. തെരുവിൽ തല്ല് രൂക്ഷമായതോടെയാണ് KPCC പ്രശ്ന പരിഹാരത്തിനായി 3 അംഗ സമിതിയെ നിയോഗിച്ചത്. നിയമനക്കാര്യത്തിൽ പിറകോട്ടില്ലെന്ന് MK രാഘവൻ നിലപാടെടുത്തതിനാൽ പരസ്യ പ്രതിഷേധം ഒഴിവാക്കണമെന്ന് നിർദ്ദേശിക്കാനേ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സമിതിക്ക് കഴിഞ്ഞുള്ളൂ. DCCയുടെ അപക്വമായ ഇടപെടലാണ് പ്രശ്നം വഷളാക്കിയെന്ന് ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കൾ തന്നെ സമ്മതിക്കുന്നു. ഇതിനിടെ പഴയങ്ങാടിയിൽ MK രാഘവൻ അനുകൂലമായി വീണ്ടും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. നിയമനത്തിന്റെ പേരിൽ പുറത്താക്കിയ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ തിരിച്ചെടുക്കുന്നതുവരെ പ്രശ്നം സജീവമാക്കി നിർത്താനാണ് MK ഗ്രൂപ്പിന്റെ തീരുമാനം. നിയമനത്തിന്റെ പേരിൽ പുറത്താക്കിയ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ തിരിച്ചെടുക്കുന്നതുവരെ പ്രശ്നം സജീവമാക്കി നിർത്താനാണ് A ഗ്രൂപ്പിന്റെ തീരുമാനം. നിയമനം നൽകിയവരെ പുറത്താക്കാനാകില്ല എന്നതിനാൽ MK രാഘവന് മുന്നിൽ DCC നേതൃത്വത്തിന് മുട്ടുമടക്കേണ്ടി വരും. നിരുപാധികം തിരിച്ചെടുക്കാനുള്ള വഴിയൊരുക്കാനാണ് നിലവിൽ A ഗ്രൂപ്പിന്റെ നീക്കം.